രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായി. രാഹുലിന്റെ ലാപ്ടോപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാനസ മനോജ് ചേരുകയാണ്. മാനസ, തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സിന്ദൂരി. രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. അത് ഏകദേശം പൂർത്തിയായി എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വറിനെ ഉടൻ തന്നെ അകത്തു നിന്നും പുറത്തേക്ക് ഇറക്കി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി ശേഷം കോടതിയിലേക്കാണ് ഇനി ഹാജരാക്കേണ്ടത്. പക്ഷേ ഇവിടെ തെളിവെടുപ്പിനായി ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെയും തന്നെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു പോലീസ് എത്തിച്ചേർന്നത്. ഈ സൈബർ ക്രൈം പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ രാഹുൽ ഈശ്വറിന്റെ, അതായത് വിവാദ വീഡിയോകൾ ചിത്രീകരിച്ച ലാപ്ടോപ്പ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു നില ഉണ്ടായിരുന്നു. അത് വ്ളോഗിൽ ചിത്രീകരിക്കുകയും അത് പിന്നീട് അപ്ലോഡ് ചെയ്യുകയും താൻ തൻ്റെ ലാപ്ടോപ്പ് ഇവിടെ രഹസ്യമായി ഒളിപ്പിച്ച് വെക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്ളോഗ് വരെ ചിത്രീകരിച്ച് അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നാലെയാണ് ഈ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർ നീക്കവുമായി പോലീസ് ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ തന്നെ രാഹുൽ ഈശ്വറിനെയും രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. തെളിവെടുപ്പിൽ ലാപ്ടോപ്പ്, അതായത് രാഹുൽ ഇത്തരത്തിൽ വിവാദ വീഡിയോകൾ ചിത്രീകരിച്ച ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു എന്ന് തന്നെയാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ രാഹുലിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അതും കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഇവിടെ നിന്ന് ലാപ്ടോപ്പ് മാത്രമാണ് കസ്റ്റഡിയിലെടുത്തത് എന്നതാണ് അറിയാൻ സാധിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുലിനെ വീട്ടിൽ നിന്നും ഇറക്കി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി കോടതിയിലേക്ക് ഹാജരാക്കും എന്നതാണ് അറിയുന്നത്. അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് നൽകുന്നുണ്ട്. ജാമ്യാപേക്ഷ നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതേ അഭിഭാഷക സംഘം തന്നെയാണ് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. രാഹുൽ ഈശ്വർ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു രാഹുലിനുള്ള പിന്തുണ ഇനിയും തുടരും. അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതിജീവിതയെ അധിക്ഷേപിക്കുന്നത് ഇനിയും തുടരും എന്ന് തന്നെയായിരിക്കാം എന്ന് തന്നെയാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെയാണ് അതിജീവിതക്കെതിരെയുള്ള ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ സൈബർ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ആദ്യ അറസ്റ്റ് രാഹുൽ ഈശ്വറിനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ബാക്കിയുള്ളവരുടെയും അറസ്റ്റ് ഉടനെ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെ ബാക്കിയുള്ള പ്രതികളെയൊക്കെയും തന്നെ വിളിപ്പിക്കാനുള്ള സാധ്യതയും നിലവിൽ ഉണ്ട്. ഏതായാലും ഈ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റോടുകൂടി ഈ അധിക്ഷേപ പരാമർശങ്ങൾക്കൊക്കെയും തന്നെ ഒരു അയവുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി ഒരു വിധത്തിലും അതിജീവിതക്കെതിരെ ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ്. ശരി മനസ, രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഉടൻ തന്നെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. മാനസ മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.